പരാതി ഉന്നയിക്കുന്ന നിശ്ചിത കാലാവധിയൊന്നുമില്ല. പരാതി ഇത് ബൃഹത്തായ സംഭവമാണ്. മറുവശത്ത് ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്. ബൃഹത്തായ സംവിധാനമാണ്. ഒരു അർബൻ വോട്ടർമാർക്കൊക്കെ കർണാടകത്തിലെ മഹാദേവപുരയിലൊക്കെ സംഭവിച്ചതുപോലെ, അത് ബാംഗ്ലൂർ സിറ്റിയുടെ പ്രാന്തപ്രദേശത്താണ്. ഒരു അർബൻ വോട്ട് കറക്റ്റായി, അതൊക്കെ ഒരു ഫ്ലാറ്റിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ ആരാണ് താമസിക്കുന്നത്, അവരുടെ മുഖപരിചയം കാണില്ല പാർട്ടിക്കാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂനതകളുണ്ട്. പക്ഷേ ഹരിയാനയിൽ എങ്ങനെ സംഭവിക്കും? പ്രധാനമായി റൂറൽ വോട്ടുകൾ ഏറെയാണ്. ഇവിടെ 25 ലക്ഷം വോട്ടുകൾ മോഷണം ചെയ്യപ്പെട്ടു, തെറ്റായി രേഖപ്പെടുത്തപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ നമ്പറൊന്നുമല്ല. 8-1 വോട്ടർമാരാണ് ഹരിയാനയിൽ. അത്രയും പേരെ ഒന്നും തിരിച്ചറിയാൻ കോൺഗ്രസ് പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജൻസിന് അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ, പിന്നീട് ഒരു വലിയ റിസർച്ച് ടീമിനെയും കൊണ്ട് രാഹുൽ ഗാന്ധി പിന്നീട് സ്റ്റഡി നടത്തി. അതിൽ ചില കാര്യങ്ങളുണ്ട്, എറേഴ്സ് ഉണ്ട്, പാകപ്പിഴകളുണ്ട്, വോട്ട് ഇരട്ടിപ്പിച്ചിട്ടുണ്ട്, ബൾക്ക് വോട്ടുണ്ട്. ഈ പറയുന്ന 5 കാറ്റഗറി ബൾക്ക് വോട്ടുകൾ, ബോഗസ് വോട്ടുകൾ, അല്ലെങ്കിൽ മറ്റൊരിടത്ത് വാങ്ങിപ്പോയ ആളുകൾ വോട്ട് ചെയ്തത്, തെറ്റായ അഡ്രസ്സുകൾ, അത് 000 ഇട്ട അഡ്രസ്സുകൾ, അതല്ലെങ്കിൽ തെറ്റായ മുഖം, ബ്രസീലിയൻ മോഡലിന്റെ ഉൾപ്പെടെ മുഖം ചേർത്ത് അലക്ഷ്യമായി തയ്യാറാക്കിയ ഈ വോട്ടർ പട്ടിക, ഇതെല്ലാം തന്നെ ആരോപണങ്ങൾ മാത്രമല്ല, ഇതിലെല്ലാം ചില വാസ്തവങ്ങളുണ്ട്. പക്ഷേ എല്ലാം ഈ 25 ലക്ഷം വോട്ടും കൊള്ളയാണ് എന്നത് കൃത്യമായി തെളിയിക്കാനാവുകയില്ല താനും.